ഹലോ, ഇന്ന് നമ്മളെ വീട്ടിലുണ്ടായ കപ്പയാണ് ഇത് വെച്ചിട്ട് നമ്മൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ പോവാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുക. ഈ മുറിച്ച് വെച്ച കപ്പയുടെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. നല്ലോണം അരയണേ. ഞാൻ 2-3 തവണ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 1 കിലോൻ്റെ അടുത്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കിലോ ഇല്ല, കുറച്ച് കുറയും. ഇനി ഇത് ഒരു തോർത്തിൽ നമ്മൾ അരിച്ചെടുക്കുകയാണേ. നന്നായി പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇതിനകത്ത്. ഇതങ്ങനെ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കും. രണ്ട് മൂന്ന് തവണ ആക്കിയിട്ട് ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേ. ഇനി ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് കൊടുക്കും കേട്ടോ. നമുക്ക് ലേശം പണി കുറഞ്ഞ് കിട്ടും. പിന്നെ പൊടിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഇത് ലേശം കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പുട്ടുപൊടി ചേർക്കുമ്പോൾ കപ്പയ്ക്കൊരു സോഫ്റ്റ് കിട്ടും. ഇങ്ങനെ കപ്പ പൊടിച്ചത് അങ്ങനെ തന്നെ ചുടാം, പക്ഷേ അതിന് ഭയങ്കര ഒരു കട്ടി പോലെ തോന്നും, ഒരു പശയുള്ളതുപോലെ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. സാദാ പുട്ടുപൊടി കുഴച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് മാറ്റി വെച്ച് പിന്നീടത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കപ്പയും പുട്ടുപൊടിയും മിക്സ് ചെയ്യുക. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്യണേ. കപ്പ പൊടിച്ചതും പുട്ടുപൊടിയും. രണ്ട് പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ തേങ്ങ കുറവായതുകൊണ്ടാണ് ഞാൻ തേങ്ങ കുറച്ചിട്ടത്. തേങ്ങയും പുട്ടുപൊടിയും കപ്പപ്പൊടിയും കൂടി ഒന്നുകൂടി നല്ലോണം മിക്സാക്കുക. അതിനുശേഷം കുക്കർ എടുത്ത് അതിനകത്ത് ചെറിയ ജീരകം ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണ് വെക്കൽ. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുമ്പോൾ തന്നെ തേങ്ങ നിറച്ചു ഇതാ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാരിയിടുകയാണ്. പുട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചുടുന്നത് അതേപോലെ തന്നെ ഇതാ പുട്ടുകുറ്റിയിൽ ഇതെല്ലാം നിറച്ചു. തേങ്ങയെല്ലാം ഫില്ല് ചെയ്തു. ഇതാ ആവിയിൽ വെക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ആവി വരാൻ വേണ്ടിയിട്ട്. ഇതാ ആവിയെല്ലാം വന്നു. ഒരു വാഴയിലേക്കാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ആദ്യം എടുത്ത് വെച്ച വെള്ളമില്ലേ, പിഴിഞ്ഞ് വെച്ച വെള്ളം, അത് ഞാൻ ഇതാ കരടെല്ലാം പോക്കി നല്ല തെളിഞ്ഞ പൊടി വന്നിട്ടുണ്ട് അടിയിൽ. അതൊന്നും കൂടി വെള്ളം ചേർത്ത് ഇളക്കി
റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മേലത്തെ വെള്ളം കളഞ്ഞാൽ ഇനി നമുക്ക് പുട്ട് ചുടുമ്പോൾ ഇതും കൂടി ചേർത്ത് ചൂടാം കേട്ടോ. ഇതിനി ആദ്യം തെളിഞ്ഞ് വരണം. എന്നിട്ട് മേലത്തെ വെള്ളം കളഞ്ഞാൽ ഇനി എപ്പോഴും പുട്ട് ചുടുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്നുകൂടി പുട്ടുപൊടീൻ്റെ ഒപ്പം ചേർത്ത് ചൂടാം. ഇതാ പുട്ടെല്ലാം റെഡിയായി. ഞാൻ എന്താ മീൻ കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഒരു ഒട്ടലുണ്ടാവും, അത് കപ്പയുടേതാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പറാണ് കേട്ടോ.